ഇന്ന് ബീഫ് ഉലർത്തുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിൽ 1 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയത്, 2 സവാള, 4 പച്ചമുളക്, 2 കറിവേപ്പില, 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 തക്കാളി എന്നിവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ബീഫിനെ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ബീഫ് ഇട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പകുതി എന്നിവ ചേർത്തിട്ട് നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. ഇത് ചേർത്ത് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുക്കർ ഒരു 5 തൊട്ട് 6 വരെ വിസിൽ വരുന്നത് വരെ ഇതിനെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഗ്രേവി തയ്യാറാക്കാനായിട്ട് പാൻ ചൂടാക്കി എണ്ണയൊഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പകുതി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്കിപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ തക്കാളി ചേർത്ത് ഇളക്കാൻ പോവുകയാണ്. തക്കാളിയും ചേർത്തിട്ട് നമ്മളിതിലേക്ക് കുരുമുളകും ഗരം മസാലയും ചേർത്ത് ഇളക്കും. അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് മാത്രം നമ്മൾ ഇതിലേക്ക് എടുത്തിടും. ഗ്രേവി നമ്മളിപ്പോഴും കുക്കറിൽ തന്നെ, വെള്ളം അതിൻ്റെ നീര് കുക്കറിൽ തന്നെയാണ്. നമ്മൾ ഇതിനെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൻ്റെ കൂടെ ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് 10 മിനിറ്റ് ഇത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് നമ്മളുടെ വെന്തിരിക്കുന്ന ആ നീര്, ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് ഇതിൻ്റെ ഗ്രേവി വറ്റിയിരിക്കണം. കാര്യം നമ്മൾ ബീഫ് ഉലർത്തിയതാണ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നോക്കിപ്പോൾ നല്ലതായിട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് ഇറക്കി വെക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.